ഹലോ, ഞാൻ ഭവിത്. ഞാൻ ശരിക്കൊരു പുതിയ വിവരം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മഞ്ചേരി രാജീവ് ഗാന്ധി ബൈപ്പാസിൽ, അതായത് നമ്മുടെ മലബാർ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന റോഡിൽ ടാറ്റയുടെ EMO ഷോറൂം തുറന്നിട്ടുണ്ട്. EMO എന്ന് വെച്ചാൽ എമേർജിംഗ് മാർക്കറ്റ് ഔട്ട്ലെറ്റ്സ് ആണ്. അപ്പോൾ മിക്കവാറും എല്ലാ വെഹിക്കിൾസ് നമുക്കിവിടെ അവൈലബിൾ ആവും, പക്ഷേ സർവീസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ മഞ്ചേരി വന്നാൽ ടാറ്റയുടെ കാറുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇവരുടെ പുതിയൊരു മോഡലായ ഓൾട്രോസിനെ പറ്റിയാണ്. ശരിക്കും ഓൾട്രോസ് പുതിയൊരു മോഡലല്ല, 2020 ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾട്രോസ് വന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ജൂണിൽ അവർ ഓൾട്രോസിൻ്റെ തന്നെ ഒരു അപ്ഡേറ്റഡ് വേർഷനായ ഓൾട്രോസ് റേസർ ലോഞ്ച് ചെയ്തു. നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നരേൻ കാർത്തികേയനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ടാറ്റ ഈ ഒരു മോഡൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. ഇതൊരു റേസിംഗ് കാർ പോലെ തന്നെയാണ് അവർ ഈ ഒരു കാറിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് ലുക്സിലും അതിൻ്റെ ഇൻറ്റീരിയറിലാണ് നമുക്ക് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണാൻ കഴിയും. ഒരു ഡ്രൈവർക്ക് വേണ്ട, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ പാഷനുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു വെഹിക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും നമുക്ക് കാണാൻ കഴിയും. കംഫർട്ടിനല്ല, ഇവർ ഹാൻഡ്ലിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ഈ കാറിൻ്റെ ഏത് ഭാഗം കണ്ടാലും മനസ്സിലാവും, ഇൻക്ലൂഡിങ് ഈ ഒരു ഡബിൾ ലൈൻ. ഇതൊരു വൈറ്റ് സ്റ്റിക്കറാണ് മുകളിലോട്ട് പോകുന്നത്. ഈ ഒരു വെഹിക്കിൾ ആക്ച്വലി ഡ്യുവൽ ടോണിലാണ്, അല്ലെങ്കിൽ 2 ടോണിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴത്ത് ബോഡി കളർ ഉണ്ടാവും, മുകളിൽ ഒരു ബ്ലാക്കിഷ് ഗ്ലേസി ഫിനിഷും ഉണ്ടാവും. ഇത് 3 കളർ വേരിയൻറ്റിൽ അവൈലബിൾ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. റെഡിൽ അവൈലബിൾ ആണ്, വൈറ്റിൽ അവൈലബിൾ ആണ്, പിന്നെ ഈ ഒരു ഗ്രേയിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുകയാണെങ്കിൽ പഴയ ഓൾട്രോസായിട്ട് വലിയ ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, ഇവിടെ തന്നെയാണ് അവരുടെ പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ്. ഇതാണ് അവരുടെ DRL വരുന്നത്. ഈ ഗ്രില്ലും ഏകദേശം സിമിലറാണ് പഴയ ഓൾട്രോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമുക്കിവിടെ 360 ക്യാമറ ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു അഡീഷനാണ് ഈ ഒരു കാറിൽ. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലും ഓൾട്രോസിൻ്റെ സൈഡ് പ്രൊഫൈൽ തന്നെയാണ്, പക്ഷേ കുറച്ച് അഡീഷൻസ് നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ഒരു റേസർ ലോഗോ ആഡ് ഓൺ ആണ്. അതായത് ഇതൊരു ഓൾട്രോസ് റേസർ ആയതുകൊണ്ട് ഇതിനൊരു 16 ഇഞ്ച് വീൽ അലോയ് വീലാണ്. ഈ അലോയ് എല്ലാം ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട് അവർ. ഇവിടെ നമുക്കൊരു 360 ക്യാമറയുടെ ക്യാമറ പൊസിഷൻ കാണാൻ കഴിയും. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാറിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ ഒരു ആഡ് ഓൺ, അല്ലെങ്കിൽ എവിഡൻ്റ്ലി ആഡ് ഓൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സ്കേർട്ടിംഗ് ആണ്. ഇത് ഈ റണ്ണിങ് ബോർഡിൽ അഡീഷണൽ ആയിട്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് നോക്കിയത് കാണാൻ കഴിയില്ല, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയില്ല. പക്ഷേ അത് നല്ലൊരു അഡീഷൻ ആണെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ചും കൂടി എവിഡൻ്റ് ആയിരുന്നെങ്കിൽ കാറിന് കുറച്ചും കൂടി ഭംഗി വരുമായിരുന്നു എനിക്ക് തോന്നുന്നു. ഇത് നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ പറ്റി സംസാരിക്കാം. ഇവിടെയാണ് ഈ ഒരു ബൂട്ട് തുറക്കുന്ന സ്വിച്ച് ഉള്ളത്. അപ്പോൾ ആ 2 ബീപ്പ് സൗണ്ട് നമുക്ക് എപ്പോഴും കേൾക്കാൻ കഴിയും തുറക്കുമ്പോൾ. ഇത് അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ് കേട്ടോ. ഏകദേശം 365 ലിറ്റർ കപ്പാസിറ്റി ഈ ഒരു ബൂട്ടിന്. വലിയ 2-3 ബാഗുകൾ നമുക്കിതിന് ഉള്ളിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഇതിനകത്താണ് ഇവരുടെ സ്പെയർ വീൽ ഇരിക്കുന്നത്. അതും 16 ഇഞ്ച് വീലാണ്. പിന്നെ ഇതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഏകദേശം 165 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് അവർ പറയുന്നത്. ഏകദേശം 3990 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്. അതായത് അണ്ടർ 4 മീറ്ററിലാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് ഫുള്ളായിട്ട് ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ആ ഒരു 2 സ്പോർട്ടി ലൈൻസിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇതുവരെ വരുന്നത് കാണാൻ കഴിയും. ഇവിടെ നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിനും ഇവിടെ ഒരു സ്പോയിലറും, സ്ട്രോങ് സ്പോയിലറും നമുക്ക് ഒരു നല്ലൊരു ആഡ് ഓൺ ഫീച്ചറായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. താഴത്തോട്ട് വരുമ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഭയങ്കര നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇവിടെ ക്യാമറ കാണാൻ കഴിയും. പിന്നെ ഈ ഒരു ഭംഗി നല്ല കൂടുതലായിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്പോർട്ട്നെസ് കൂടുതലായിട്ട് കൊടുക്കുന്ന ഭാഗമാണ് ഈ ട്വിൻ സിലിണ്ടർ. അത് നല്ല ഭംഗിയായിട്ട് അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ത്രോട്ടിൽ സൗണ്ട് ഭയങ്കര നല്ലതാണ് കേട്ടോ. നിങ്ങൾ കേൾക്കണം എന്തായാലും ഷോറൂമിൽ വന്നിട്ട്. ഈ ഒരു ബാഡ്ജിങ് പുതുതായിട്ട് കാണാൻ പറ്റും. ഇവിടെ iTurbo Plus എന്നാണ് ഒരു മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേ വെറും iTurbo ആയിരുന്നു. ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. അകത്തോട്ട് കയറുമ്പോൾ ഒരു സ്പോർട്സ് കാറിൻ്റെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു കോമ്പാക്ട്നെസ് ഭയങ്കരമായിട്ട് എവിഡൻ്റ് ആണ് ഈ ഒരു കാറിനകത്ത്. ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ ഒരു പ്രീമിയം കോമ്പാക്ട് റെഡി ടു ഡ്രൈവ്, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ മോഡലിലെ ഇൻറ്റീരിയറാണ് എനിക്ക് മൊത്തം കാണാൻ കഴിയുന്നത്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ് അത്. അതുകൊണ്ട് തന്നെ സ്പോർട്ട്നെസ് ഭയങ്കരമായിട്ട് കൊടുക്കുന്ന ഈ ഇൻറ്റീരിയർ വലിയൊരു ഭാഗമുണ്ട്. കൂടാതെ ഈ ഒരു സ്റ്റിയറിംഗ് നോർമൽ സ്റ്റിയറിംഗ് വീലാണ്, പക്ഷേ എന്തായാലും ഇത് ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് തുടങ്ങുകയാണ്. ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇതൊരു മാറ്റ് ഫിനിഷാണ്. ഇവിടെ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ് ഈ ഒരു ഡാഷിൻ്റെ മുകളിൽ കാണാൻ കഴിയും. പിന്നെ ഇതും വീണ്ടും AC വെൻസ് ആണ്. ഈ ഒരു ലൈൻ നമുക്ക് ഇങ്ങനെ പോകുന്നത് കാണാൻ കഴിയും. ഇവിടെ കുറച്ചും കൂടെ വലിയൊരു LED സ്ക്രീനർ കൊടുത്തിരിക്കുന്നു. കൂടാതെ നമ്മളെ ക്ലസ്റ്ററിൻ്റെ ഉള്ളിലും ഒരു LED സ്ക്രീൻ നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഭയങ്കര മിനിമലായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഓറഞ്ച് ലൈൻസ് ആണെങ്കിലും ഹൈലൈറ്റ്സ് ആണെങ്കിലും ഒരു മൂഡ് ലൈറ്റിംഗ് ആണെങ്കിലും
പിന്നെ നമ്മൾ ഈ കൺട്രോൾസ് കണ്ട് AC-യുടെ ഇതാണെങ്കിലും ഇവിടെ പിന്നെ നമുക്കൊരു C ടൈപ്പ് ചാർജറുണ്ട്, ടൈപ്പ് A ചാർജറിൻ്റെ ഒരു 12 വോൾട്ട് സോക്കറ്റും ഉണ്ട്. പിന്നെ കണ്ടോ ഇവിടെ നമുക്ക് നല്ലൊരു പ്ലേസ്മെൻറ്റിൽ വയർലെസ് ചാർജറും കാണാൻ കഴിയും. റേസറിൽ നമുക്കൊരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ ഉള്ളൂ. അത് വലിയൊരു കുറവ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഹ്യുണ്ടായി N-Line i20 ആയിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മാനുവൽ ഗിയർ ബോക്സ് മാത്രമുള്ളതൊരു കുറവ് തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 2 ബോട്ടിൽ വയ്ക്കുന്ന ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, നമുക്ക് തുറന്നിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഇവിടെ അവൈലബിൾ ആണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ അൽക്കാസ് എന്ന് എഴുതിയിരിക്കുന്നത് ഭയങ്കര നന്നായിട്ടുണ്ട് കേട്ടോ. കാര്യം ഈ ഒരു സ്പേസിൻ്റെ പ്രീമിയംനെസ് കൂട്ടാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു കാര്യമാണെങ്കിൽ കൂടെ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് കണ്ടോ ഈ ഒരു കീ കണ്ടോ, ഇതിൻ്റെ ആ ബൾക്കിനെസ് ഇതുവരെ കളയാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെ മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതാ ഈ ഡോറിനെ പറ്റിയാണ്. ഈ ഡോറിൻ്റെ സൈഡിൽ നമ്മൾ എല്ലാ കാറിലും കാണുന്ന പോലെ വിൻഡോസിൻ്റെ കൺട്രോൾസ് ഉണ്ട്, കൂടാതെ അവിടെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു ഡോറിൻ്റെ സൈഡിലാണ് ഇവർ ബോട്ടിൽ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 ഒരു മീഡിയം സൈസ് ബോട്ടിൽ മാത്രമേ നമുക്ക് വെക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സിംഗിൾ പെയിൻ സൺറൂഫാണ്. അത് നല്ലൊരു കാര്യമാണ്. ഈ സ്പേസിനകത്തുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലൈറ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടും. കാര്യം ഇത് മൊത്തം ഡാർക്ക് ഇൻറ്റീരിയർ ആയതുകൊണ്ടാണത്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ആഡ് ഓൺ ആണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ ഹെഡ് റൂം ഇത് കുറയ്ക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ് വരുന്നതുകൊണ്ട് അതിൻ്റെ മെക്കാനിസം കാരണം ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞിരിക്കും. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 2 വെന്റിലേറ്റഡ് സീറ്റ്സാണ്. അത് നല്ലൊരു ആഡ് ഓൺ ആണ് ഈ കാറിന്. കാരണം എക്സ്പീരിയൻസ് എന്തായാലും കൂടുതലല്ലോ ഈ വെന്റിലേറ്റഡ് സീറ്റ്സ് വരുമ്പോൾ. പിന്നെ ഇതാ കണ്ടോ സീറ്റിൽ അവർ ഒരു സ്പെഷ്യൽ ഡിസൈൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ 3 ലൈൻസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ട് പോയി നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു സീറ്റ് വെച്ചിരിക്കുന്നത് എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനിലാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഈ വെഹിക്കിളിലുണ്ട്. പക്ഷേ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഇൻറ്റീരിയർ കാരണം അത്ര സ്പേസ് എനിക്ക് റിയലി ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അത്യാവശ്യം സ്പേസും ലഭ്യവും അതുപോലെ തന്നെ നമ്മുടെ സൈസൊക്കെ അത്യാവശ്യമുണ്ട്. അത്യാവശ്യം നല്ല സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യും. 3 പേർക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ ഇരിക്കാം. പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റൂഫ് പെട്ടെന്ന് താഴുമ്പോൾ ഒരു അത്ര നല്ല ഒരു ഫീലിംഗ് അല്ല എനിക്ക് വരുന്നത്. കാര്യം ഈ ഒരു സൺറൂഫ് വരുന്നത് കൊണ്ടാണ് ഈ ഒരു ഭാഗം താഴ്ന്നിരിക്കുന്നത് നമ്മളെ ഹെഡ് റൂമിൻ്റെ ഈ ഒരു ലെവലിനെ കാട്ടി കൂടുതൽ. അപ്പോൾ എന്തായാലും എപ്പോഴും ഈ വെഹിക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡ്രൈവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പം എപ്പോഴും കുറച്ചും കൂടി കംഫർട്ടിലുപരി ഇവർ കുറച്ചും കൂടി ഹാൻഡ്ലിങ്ങിലായിരിക്കണം ശ്രദ്ധ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അതായത് സ്പോർട്ടി ഡ്രൈവർക്ക് ഡ്രൈവ് പറ്റിയില്ല ഈ വെഹിക്കിൾ കംപ്ലീറ്റ്ലി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ 2 AC വെൻസ് കാണാൻ കഴിയും. ഇവിടെ ഒരു ഫോൺ വെക്കാവുന്ന ഏരിയയാണ്, പക്ഷെ അത്ര കംഫർട്ടിലോട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. ഇത് ഒരു 15 വോൾട്ട് ടൈപ്പ് C ചാർജറാണ്. അത് നല്ലൊരു ആഡ് ഓൺ ആണ്. പിന്നെ അത്യാവശ്യം നല്ല സപ്പോർട്ട് ഈ ഒരു ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. വിസിബിലിറ്റി അത്യാവശ്യം നന്നായിട്ടുണ്ട്. ടാറ്റ എന്തായാലും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗുമായിട്ടാണ് പൊതുവെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരിക. ഇതിലും അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ കൂടാതെ നമുക്ക് 6 എയർ ബാഗ് ഈ ഒരു ഓൾട്രോസ് തന്നെ കൊടുത്തിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും സേഫ്റ്റി 100% ഷുവറാണ് ഈ ഒരു വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ എത്തുമ്പോൾ. എന്തായാലും ഇതൊരു സ്പോർട്ടി കാർ തന്നെയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ i20 N-Line ആയിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയൊരു മോഡൽ തന്നെയാണത്. ചിലപ്പോൾ ഈ വെഹിക്കിളിന് നമ്മൾ വിചാരിക്കുന്നത് സെയിൽസൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ എന്തായാലും ഈ ഒരു ക്യാപ്പബിലിറ്റി കമ്പനിക്ക് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി കൂടിയായിരിക്കണം ഈ ഒരു വെഹിക്കിൾ അവർ ഈ ഒരു ടൈപ്പിൽ ഫോമാറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നത്. ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം സോൾഡ് ആയിട്ടുള്ള ഡോർ തന്നെയാണ്. ഇവിടെ നമുക്ക് 2 ബോട്ടിൽ വെക്കാൻ പറ്റും. ശരിക്കും ഒരു ബോട്ടിൽ മാത്രമേ സ്മൂത്തായിട്ട് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയൊരു സ്പേസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ പുതിയ കാറുകളുടെ ട്രെൻഡിങ് നോക്കുകയാണ്. നമുക്ക് ഈ ഒരു ബോണറ്റ്സ് പലതും സിമിലറായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഫോർമാറ്റ് ചെറിയ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ ഈ ഒരു മെത്തേഡ് സ്കൂപ്പിംഗ് ഔട്ട് മെത്തേഡ് പലതും സിമിലറായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒരു എൻജിൻ റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നാറില്ല ഈ ഒരു ഓൾട്രോസിനൊന്നും. ഒക്കെ അത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതൊരു 1.2 ലിറ്റർ എൻജിനാണ്. ഏകദേശം 120 PS പവറും 170 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ ഒരു എൻജിൻ നമുക്ക് തരും. അത് നല്ല പെർഫോമൻസ് തന്നെ നമുക്ക് റോഡുകളിൽ തരും. കൂടാതെ പഴയ കാറുകളിലൊക്കെ ഓൾട്രോസ് ടെർബോ എന്ന് മാത്രമേ എഴുതാറുള്ളൂ. പക്ഷേ ഈ ഒരു പവറും ടോർക്കും കൂടിയത് കൊണ്ട് തന്നെ അവർ ഈ ഒരു കാറിൻ്റെ പിന്നിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ടെർബോ പ്ലസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവും. ടാറ്റ ഓൾട്രോസ് റേസർ 3 വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. R1, R2, R3 എന്നീ വേരിയൻറ്റുകളാണ് അവ. ഏകദേശം 11-10 ലക്ഷം മുതൽ 13-15 ലക്ഷം വരെ ഓൺ റോഡ് പ്രൈസിൽ ഈ ഒരു വെഹിക്കിൾ നമുക്ക്
അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ എനിക്കറിയാവുന്ന കുറേ വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ കൂടുതൽ കാറുകൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ മഞ്ചേരി ഷോറൂമിൽ കാറുകൾ അവൈലബിൾ ആണ് ഡിസ്പ്ലേക്ക്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരിക, ടാറ്റയുടെ കുറേ വെഹിക്കിൾസ് കാണുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.